അപ്പോൾ നമ്മുടെ കാരൻസിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നു. FE റെട്രോഫിറ്റിൻ്റെ മറ്റേ ഇത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. സോ നല്ല സുന്ദരൻ റിസൾട്ടാണ്. നല്ല വെട്ടമാണ് ഇപ്പോൾ, നല്ല റോഡിൽ നല്ല വെട്ടമാണ്. പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് വരുന്നവരുടെ കണ്ണിലൊന്നും അടിക്കില്ല, ആ ഒരു ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നാളായിട്ടുള്ളൊരു ഇതായിരുന്നു നമ്മുടെ ഈ ഫോഗ് ലൈറ്റ്. കാരണം ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്യാറുള്ളതുകൊണ്ട്, ഹിൽ സ്റ്റേഷൻസൊക്കെ അടിക്കടി പോകാറുള്ളതുകൊണ്ട് ഒരു ഫോഗ് ലൈറ്റ് അത്യാവശ്യമായിരുന്നു. അത് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് നോക്കിയിട്ട് HJG എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 4 LED ബൾബ് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിരുന്നു. അത് ഇപ്പോൾ കിയ കാരൻസിന് ഫ്രണ്ടിൽ ഗ്രില്ലിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും. ഈ അകലത്തിൽ നീളത്തിലൊരു റെക്റ്റാങ്കിൾ സ്പേസിൽ 2 സൈഡിലും ഓരോ സ്പേസ് ഉണ്ടാകും. അപ്പോൾ അവിടെ നിൽക്കുന്ന രീതിയിൽ ഒരു ബൾബ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു ഇത്. കാരണം മറ്റേ ഹെല്ലാടെയൊക്കെ വലിയ റൗണ്ട് ബൾബ് വാങ്ങിച്ച് നമ്മൾ ബമ്പറൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് കാണാനും ഒരുമാതിരി ഉണ്ടാകും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും അറിയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ആ ഗ്രില്ലിനകത്ത് തന്നെ ഉള്ളി നിൽക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വലിയ ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ, അത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നവർക്ക് വലിയ ഡിസ്റ്റർബൻസ് വരാത്ത രീതിയിൽ ഒരു ലൈറ്റ്, ചെറിയ ഒരു ലൈറ്റ് എന്നുള്ള ഇതിലാണ് അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഈ HJGയുടെ വേ മേക്കർ എന്ന് പറയുന്ന പുതിയ സീരീസാണത്. HJGയുടെ വേ മേക്കർ എന്ന് പറയുന്ന, അത് കാറുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ്. വേ മേക്കർ എന്ന് പറയുന്ന സീരീസിൽ 4 ലെൻസ് ടൈപ്പ് ഒരു ബൾബ് വാങ്ങിച്ചിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏർക്കാട് എവിടെയാണ് പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഭയങ്കര മഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശരിക്കും ഇതിൻ്റെ LED ബൾബിൻ്റെ വൈറ്റ് ലൈറ്റിൽ ശരിക്കും ഒരു വെള്ളം മതിൽ നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ കെട്ടിവെച്ച പോലെയാണ്. അന്ന് ഉരുട്ടിക്കൊണ്ട് പോകുമായിരുന്നു ലിറ്ററലി. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് റോഡ് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എന്തായാലും ശരിക്കും മഞ്ഞ കളറുള്ള ഒരു ഫോഗ് ലൈറ്റ് വേണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈറ്റ് വാങ്ങിച്ചത്. കാരൻസിൻ്റെ ഇതേ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്പേസില്ലേ, ഈ സ്പേസ് നമുക്ക് ഈ അകലമുണ്ട്. അപ്പം ഇതിനുള്ളിൽ നിൽക്കുന്ന മാതിരിയുള്ള ലൈറ്റാണ് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ ഇതാണ് HJGയുടെ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന വേ മേക്കർ 4 ലെൻസ് ടൈപ്പ്. കണ്ടില്ലേ, നല്ല കോമ്പാക്റ്റാണ്. ഇത്രയേ ഉള്ളൂ അകലം, നമ്മുടെ കൈയുടെ ഈ ഒരു അകലം. നമ്മൾ ഇതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ട് തോന്നും കേട്ടോ, പക്ഷേ സൈസ് തീരെ ചെറുതാണ്. എൻ്റെ ഈ കൈയുടെ ഈ അകലേ ഉള്ളൂ. നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ അതെ ഈ 3 നമ്പർ വരുന്ന അകലേ ഉള്ളൂ ഇതിന്. പിന്നെ അതിൽ ഹൈറ്റ് വന്നിട്ട് 2.5 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പം കൃത്യമായിട്ട് ഇതിനുള്ളിൽ കയറി നിന്നോളും. നമുക്ക് പിന്നെ അതുപോലെ പൊക്കുകയോ താക്കുകയോ വേണമെങ്കിലും നമുക്കതിനുള്ള സ്പേസ് ഉണ്ട്. ഇതിൻ്റെ മേളിലും താഴെയും നമുക്ക് ഓരോ വിരൽ വിടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ലൈറ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ, ഒന്ന് പൊക്കുകയോ താക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ ഫോഗി വെതറിൽ നമുക്ക് ഇത്തിരി കൂടുതൽ ദൂരത്തോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെക്കൊക്കെ നോക്കിയിട്ട്, മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ലെൻസ് വാങ്ങിച്ചത്, ഈ ലൈറ്റ് വാങ്ങിച്ചത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ അറിയാവുന്നൊരു പയ്യനുണ്ട്, പുള്ളി ഒരു ഫ്രീലാൻസർ ഫിറ്റിങ്ങുകാരനാണ്. അപ്പോൾ പുള്ളി അടുത്ത് വിളിച്ച് പറഞ്ഞു, പുള്ളി വന്നിട്ട് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നു. സിമ്പിളാണ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ്, പിന്നെ അതിനുള്ള സ്ക്രൂസ്, എല്ലാ ടൈപ്പും, അതിപ്പോൾ സൈഡിലോട്ട് ഫിറ്റ് ചെയ്യാനാണെങ്കിലും താഴെ ഫിറ്റ് ചെയ്യാനാണെങ്കിലും ആ ടൈപ്പിലുള്ള ക്ലാമ്പുകൾ, അതിൻ്റെ ലെൻകി, ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ക്യാൻവാസ് എനേബിൾഡ് ബൾബ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്ലിക്കറിങ് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത് ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്താണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ എക്സിസ്റ്റിംഗ് വയറുമായിട്ട് ലിങ്ക് ചെയ്യാതെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റാണ് കൊടുത്തേക്കുന്നത്. ഇഗ്നീഷ്യനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഫ്യൂസ് കാരിയറിൽ ഇഗ്നീഷൻ്റെ ഫ്യൂസിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാണ്ട് നമ്മൾ ഓണാക്കി ഇട്ടിട്ട് നമ്മൾ പോയാലും അങ്ങനെ കിടക്കില്ല. വണ്ടി ഓഫ് ചെയ്യുമ്പം ലൈറ്റും അങ്ങ് ഓഫ് ആവും. ആ രീതിയിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെട്ടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ബാർ പോലെയാണ് വരുന്നത്. അതിൻ്റെ യെല്ലോ ലൈറ്റ് നല്ല പവർഫുള്ളാണ്. ഇപ്പോൾ ഇതിന് ആക്ച്വലി വൈറ്റ് ലൈറ്റ് ഉണ്ട്, യെല്ലോ ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ ഇത് കൂടാതെ വൈറ്റും യെല്ലോയും കൂടെ ചേർന്ന് അങ്ങനെ 4 ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ ലൈറ്റ്. ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത്, ഇപ്പോൾ വൈറ്റ് ലൈറ്റ് വരുന്നത് ഇതിൻ്റെ മേൽഭാഗത്തും യെല്ലോ ലൈറ്റ് വരുന്ന താഴ്ഭാഗത്തും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത്. റെഡ് ലൈറ്റ് അതിൻ്റെയും താഴെയായിട്ടാണ്. അപ്പോൾ നമുക്ക് റെഡിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റും യെല്ലോയും മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് യെല്ലോ ആണ് ആവശ്യം എന്നുള്ളതുകൊണ്ട് ലൈറ്റ് തിരിച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് കമ്പനി പറഞ്ഞേക്കുന്ന ആ പൊസിഷനിൽ നിന്ന് നേരെ തിരിച്ചാണ് വെച്ചേക്കുന്നത്. യെല്ലോ ലൈറ്റ് മേളിൽ വരത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പം
കാരണം എൻ്റെ മെയിൻ ഫോക്കസ് എനിക്ക് യെല്ലോ ആണ് വേണ്ടത്. അല്ലാത്ത ലൈറ്റിന് എനിക്കിവിടെ പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട്, അത് നല്ല വെട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യെല്ലോ ആണ് വേണ്ടതെന്നുള്ളതുകൊണ്ട് ഫോഗ് ലൈറ്റിൻ്റെ യെല്ലോ ഞാൻ ലൈറ്റ് തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മേളിൽ നല്ല ഒരു ലെങ്ത്തിലേക്ക് അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ വൈറ്റ് ഇടുകയാണെങ്കിൽ താഴെ വണ്ടിയുടെ അടുത്ത ഭാഗങ്ങളിൽ ഇതിൻ്റെ ഡിം ലൈറ്റ് ഇടുമ്പോൾ അതിനെ നല്ല ഒരു ഹൈലൈറ്റ് ചെയ്ത് ഇതിൻ്റെ വൈറ്റും കൂടെ വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഈ ഹെഡ്ലൈറ്റിന് ഒരു ആൾട്ടർനേറ്റ് ഒന്നുമല്ല, ഇത് ഫോഗ് ലൈറ്റ് മാത്രമാണ്. അതിനുള്ള പ്രകാശമേ അതിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാണ്ട് ഹെഡ്ലൈറ്റ് പോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ഇത് വാങ്ങിക്കരുത്. ഇത് ഫോഗ് ലൈറ്റ് മാത്രമാണ്. അതിന് ആവശ്യമായ ലൈറ്റ്, യെല്ലോ ലൈറ്റ് നല്ല ബ്രൈറ്റാണ്, പക്ഷേ ഒരു പ്രത്യേക ഏരിയയിൽ, നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയിൽ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഫോഗി ഏരിയയിൽ ഇതുവരെ പോയി നോക്കിയില്ല, ഇന്നലെയാണ് ഫിറ്റ് ചെയ്തത്. മേ ബി ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എല്ലാം ഫോഗി ഏരിയയിൽ പോകുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കൂടെ തരാം. എന്തായാലും നൈറ്റ് ഡ്രൈവ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കതിൻ്റെ അപ്ഡേറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഗ് ലൈറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വെളിയിൽ നിന്നുള്ള ഒരു വ്യൂ. കറക്റ്റായിട്ട് നമ്മൾക്ക് ആ വണ്ടിയുടെ ആ ചെറിയ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തേക്കുന്ന മാതിരിയുള്ള ഒരു ഇതേ അറിയില്ല. കൃത്യമായിട്ട് ആ ചെറിയ ഒരു ബോക്സ് മാതിരിയുള്ള ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും പുറത്തേക്ക് അങ്ങനെ തള്ളി നിൽക്കുന്ന മാതിരിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ലൈറ്റ് ഉണ്ട്, നല്ല കവറേജ് ഉണ്ട്, കണ്ടില്ലേ? സോ അത് നമുക്ക് എത്ര വേണമെങ്കിലും പൊക്കുകയോ താക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത്. അതിന് പ്രത്യേകം ടെക്നീഷ്യൻ്റെ ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു 4-വേ റോഡിലാണ്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കവറേജ് മനസ്സിലാവും. നല്ല രണ്ട് സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ലൈറ്റ്. ഇതതിൻ്റെ ഡിം ലൈറ്റാണ്, വൈറ്റ് ലൈറ്റ്. സോ ഇപ്പോൾ ലൈറ്റിൻ്റെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ഡിമ്മും മറ്റേതിൻ്റെ വൈറ്റ് ലൈറ്റും രണ്ടും കൂട്ടേക്കാണ്. ഇതാണ് യെല്ലോ ലൈറ്റ്, കണ്ടില്ലേ? സോ നല്ല ത്രോ ഉണ്ട്. യെല്ലോ ലൈറ്റ് നമുക്ക് എപ്പോഴും റോഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം ശരിക്കും ആ ഫോഗിനെ തുളച്ച് കയറി പോകുക എന്നുള്ളതാണ് ഈ യെല്ലോ ലൈറ്റിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇടുമ്പോൾ നമുക്ക് നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് താത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ താത്ത് വയ്ക്കാം. ഇപ്പോൾ നോർമലിൽ അല്ലാത്ത നമ്മൾ ഹൈവേയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിലടിക്കുകയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുന്നില്ല. ഫോഗി കണ്ടീഷൻസിൽ മാത്രം യൂസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത്തിരി പൊക്കുകയോ താക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഗുണം ഇതിനകത്ത്. പുറത്തുനിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് മേപ്പോട്ട് താപ്പോട്ടും ആക്കാം. അതിൻ്റെ വൈറ്റ് ലൈറ്റിന് നല്ല പവർ ഉണ്ട് കേട്ടോ. ഹെഡ് ലൈറ്റിൻ്റെ ആൾട്ടർനേറ്റ് അല്ല ഇത്, അതും കൂടെ ആലോചിക്കുക. ഇതിപ്പോൾ എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട്, മറ്റേ പ്രൊജക്ടർ ലൈറ്റും പിന്നെ നമ്പർ പ്ലേറ്റിനടുത്ത് കാണുന്നതാണ് ഇതിൻ്റെ ലൈറ്റും, HJGയുടെ ലൈറ്റും. യെല്ലോ വണ്ടിയുടെ ഡിമ്മ്, ഇത് രണ്ടും കൂടെ ചേർന്നൊരു ലൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. സോ ആകെ മൊത്തത്തിൽ നല്ലൊരു റിസൾട്ടാണ് എന്തായാലും നമുക്ക് ഇതുകൊണ്ട് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ നല്ലൊരു ഫോഗി കണ്ടീഷൻസിൽ ഇട്ട് നോക്കണം, ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം യെല്ലോ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഫോഗിലുള്ള അതിനെ പിയേഴ്സ് ചെയ്ത് പോവുള്ളൂ. വൈറ്റ് ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഫോഗിൽ തട്ടി റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്. HJGയുടെ 4 ലെൻസ് വേ മേക്കർ ലൈറ്റിനെ കുറിച്ചുള്ള, ഫോഗ് ലൈറ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആയിരുന്നു. താങ്ക് യു.